നമ്മുടെ പടത്തിൻ്റെ മ്യൂസിക് ഡയറക്ടർ. വേറെയും നമ്മുടെ ടെക്നീഷ്യന്മാർ ഇവിടെ എത്തിച്ചേരാൻ പറ്റിയില്ല, എല്ലാവരും പടത്തിൻ്റെ ഷൂട്ടിലാണ്. സിനിമാറ്റോഗ്രാഫർ നിഖിൽ എസ് പ്രവീൺ, നിങ്ങൾക്കറിയാം നാഷണൽ അവാർഡ് കിട്ടിയ നിഖിലാണ് ഇതിൻ്റെ ക്യാമറ മനോഹരമായിട്ട് ചെയ്തത്. അതുപോലെ തന്നെ എഡിറ്റർ ലിജോ പോൾ, അദ്ദേഹം ഇപ്പോൾ ആട് 3യുടെ വർക്കിലാണ് അദ്ദേഹം എൻഗേജ്ഡ് ആയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേരാൻ പറ്റാതെ പോയ മഞ്ജുഷ രാധാകൃഷ്ണൻ, സൗദി വെള്ളക്ക പോലുള്ള സിനിമകൾ ചെയ്ത മഞ്ജുഷ രാധാകൃഷ്ണൻ. പിന്നെ നമ്മുടെ മ്യൂസിക് ഡയറക്ടർ സതീഷ് ചേട്ടൻ ഇവിടെയുണ്ട്. സതീഷ് ചേട്ടൻ അദ്ദേഹത്തിൻ്റെ 11ാമത്തെ സിനിമയാണ്. ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ള നല്ല സിനിമ. അദ്ദേഹത്തിൻ്റെ 2 വാക്ക് സംസാരിക്കും. ആദ്യം എല്ലാവർക്കും നന്ദി. ഞാൻ മറ്റൊന്നും പറയുന്നില്ല. ഇപ്പോൾ കുറച്ച് സിനിമകൾ ചെയ്തെങ്കിലും ഈ സിനിമയിൽ പാമ്പള്ളിയുടെ സിഞ്ചാറിലാണ് ഞാൻ ആദ്യം പാമ്പള്ളിക്കൊപ്പം വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ NK മുഹമ്മദ് സാറിൻ്റെ ഈ പ്രൊഡക്ഷനിലൊപ്പം വർക്ക് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് അശോകൻ ചേട്ടൻ നിൽക്കുന്നുണ്ട്. മ്യൂസിക് നന്നായി അറിയുന്ന അല്ലെങ്കിൽ മനസ്സിലാകുന്ന ഡയറക്ടർക്കൊപ്പവും സാറിനൊപ്പവും വർക്ക് ചെയ്യാൻ കഴിഞ്ഞത് തന്നെയാണ് എൻ്റെ ധന്യതയായിട്ട് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ പടത്തിൽ എൻ്റെ പാട്ടുകൾ നന്നായി ചെയ്യാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പടം കണ്ടിട്ടില്ല, പാട്ടുകൾ കുറച്ച് കണ്ടു. വളരെ പ്രതീക്ഷയാണ് നല്ല സിനിമയാകും എന്നുള്ളത്. ഒപ്പം എല്ലാത്തിലും ഓടി നടന്ന റിയാസ് ഭായ്, ഞങ്ങൾ ഇടയ്ക്ക് വഴക്കിടുമായിരുന്നു, പിന്നെ സ്നേഹിക്കും. അങ്ങനെ ഒരുപക്ഷെ അതൊരു ബാക്ക് ബോണായിട്ട് റിയാസ് ഭായ് ഈ പടത്തിൻ്റെ പിന്നിൽ ഒരുപാട് വർക്ക് ചെയ്തു. ഒപ്പം ഇത്രയും വലിയ ആർട്ടിസ്റ്റുകൾ ഉള്ള ഒരു സിനിമയ്ക്കൊപ്പം വർക്ക് ചെയ്യാൻ കഴിഞ്ഞതിൽ റോണി ചേട്ടനൊക്കെ ഞാൻ ഒരുപാട് ആരാധിക്കുന്ന ഒരു നടൻ കൂടിയാണ്. അശോകൻ ചേട്ടനൊക്കെ അതുപോലെ ഇവരെല്ലാം ഞാൻ സ്ക്രീനിൽ കണ്ടിട്ടുണ്ട്, ഇന്ന് അടുത്ത് കാണാൻ കഴിഞ്ഞു. അതിലുള്ള ധന്യതയും സന്തോഷവും അറിയിക്കുന്നു. ഒപ്പം എൻ്റെ സുഹൃത്തുക്കൾ ലിറിക്സ് റൈറ്റേഴ്സാണ്. അതിനൊരു പ്രത്യേകതയുണ്ട്. എൻ്റെ ഇതുവരെയുള്ള സിനിമകളിൽ മിക്കതിലും എന്നോടൊപ്പം ഞങ്ങളുടെ ഒരു ടീമാണ് എപ്പോഴും വർക്ക് ചെയ്യുന്നത്. അത് തന്നെ ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. മറ്റൊന്നും പറയുന്നില്ല, പടം നന്നായിട്ട് വിജയിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. എനിവേ, ഈ സിനിമയിലെ ഗാനങ്ങൾ മനോഹരമാക്കി തന്ന 2 പേര് നമ്മളുടെ കൂടെ ഉണ്ട്. അതിൻ്റെ അകത്ത് ഒരാൾ 3 പേരാണ് ഗാനങ്ങൾ എഴുതിയതിൽ. അതിൻ്റെ അകത്ത് BK ഹരിനാരായണൻ, അദ്ദേഹത്തിന് ഇവിടെ എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല, പക്ഷേ 2 പേർ എൻ്റെ കൂടെ ഉണ്ട്. അതിൽ പ്രത്യേകത ഉണ്ട്. അതിനകത്ത് ആദ്യത്തെ ആളെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് BT. അദ്ദേഹം ഒന്ന് മുമ്പിലേക്ക് വരും. അദ്ദേഹമാണ് കാളിയൻ എന്ന് പറഞ്ഞ സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ. അതിനേക്കാൾ ഉപരി കഴിഞ്ഞ ഉടൽ, അങ്ങനെ തുടങ്ങിയ തങ്കമണി തുടങ്ങിയ സിനിമകളുടെയൊക്കെ ഗാനരചന അദ്ദേഹമാണ് നിർവഹിച്ചത്. നമ്മുടെ സിനിമയിലും നല്ല പ്രത്യേകതയുള്ള 2 ഗാനങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന് 2 വാക്ക്. വളരെ നന്ദി, സന്തോഷം. ഇന്ന് നേരത്തെ അശോകൻ ചേട്ടൻ പറഞ്ഞ പോലെ ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇവിടെയാണെന്ന് തോന്നിപ്പിക്കുന്ന ഇത്ര ഹൃദ്യസുന്ദരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ ഈ പരിപാടി നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. ഞാൻ വാസ്തവത്തിൽ ഈ ചുരം കയറി പലതവണ വയനാട് വന്നിട്ടുണ്ടെങ്കിലും ഈ സ്ഥലത്ത് ആദ്യമായിട്ടാണ് വരുന്നത്. വാസ്തവത്തിൽ ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും മുഹമ്മദ് സാറിൻ്റെ ഒരു ഭാവന. അപ്പോൾ അദ്ദേഹം കൺസീവ് ചെയ്യുന്ന ഒരു സിനിമ തീർച്ചയായിട്ടും നന്നാവാതിരിക്കാൻ യാതൊരു തരവുമില്ല. പാമ്പള്ളിയെ പറ്റി എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. പാമ്പള്ളി ദേശീയ പുരസ്കാരം നേടിയ സിഞ്ചാർ എന്ന സിനിമ ഒറ്റ സിനിമ കൊണ്ട് തന്നെ പ്രേക്ഷകരുടെ മനസ്സിലിടം പിടിച്ച ആളാണ്. അപ്പോൾ എന്നെ ഈ സിനിമയിലേക്ക് പാമ്പള്ളി വിളിക്കുന്നത് ഞാൻ ഈ കേരളത്തിലെ ഏറ്റവും മികച്ച പാട്ടെഴുത്തുകാരനായതുകൊണ്ടൊന്നുമല്ല, തികഞ്ഞ സൗഹൃദത്തിൽ നിന്നാണ്. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് സതീഷ് രാമചന്ദ്രൻ. അദ്ദേഹവും ഞാനുമായിട്ട് ചെയ്യുന്ന 3ാമത്തെ സിനിമയാണ്. അപ്പോൾ ഈ സിനിമയിൽ ഞാൻ എഴുതിയ 2 പാട്ടുകളുണ്ട്. അതിലൊരു പാട്ടിൽ ലോകമറിയുന്ന അഭിനേത്രി സണ്ണി ലിയോണി മാം അഭിനയിച്ചു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ മറ്റൊരു സന്തോഷം. അത് എനിക്കറിയാം. ഞാൻ ഒരൊറ്റ ദിവസം മാത്രമേ ഈ ഷൂട്ടിൻ്റെ ലൊക്കേഷനിൽ പോയുള്ളൂ. അതെൻ്റെ പാട്ട് ഷൂട്ട് ചെയ്യുന്ന ദിവസമാണ്. അപ്പം ഞാൻ അത്ഭുതത്തോടെ കണ്ടു നിന്ന ഒരു സംഗതി എന്ന് പറയുന്നത്, യാതൊരു ഇൻഹിബിഷനും ഇല്ലാതെ ഒരു രാത്രിയിൽ ഉടനീളം മാഡം ചടുലമായ ചലനങ്ങളോടെ ചുവടുവയ്പ്പുകളോടെ ഈ സിനിമയുടെ ഒരു പാട്ടിൻ്റെ ഭാഗമായി ഒരു വെറും നർത്തകിയായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള സിനിമകളിലെ ഒരു നടിയായിട്ടോ അല്ല, ഈ സിനിമയിൽ ആദ്യാവസാനം നിറഞ്ഞു നിൽക്കുന്ന അഭിനയ സാധ്യതയുള്ള ഒരു കഥാപാത്രത്തെ രംഗത്ത് അവതരിപ്പിച്ചുകൊണ്ടാണ് മലയാളത്തിൽ അവർ സജീവ സാന്നിധ്യമാവാൻ പോകുന്നതെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. ഈ സിനിമയോട് സഹകരിച്ച എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഞാൻ കുട്ടിക്കാലം മുതൽ കാണുന്ന
അശോകൻ ചേട്ടൻ ഉൾപ്പെടെയുള്ള പ്രതിഭാസമ്പന്നരായിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ സിനിമയിൽ വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷം. മുഹമ്മദ് സാറിന് നന്ദി, പാമ്പള്ളിക്ക് പ്രത്യേകം നന്ദി, എൻ്റെ പ്രിയ സുഹൃത്ത് സതീഷ് രാമേന്ദ്രന് കോടി നന്ദി. നമസ്കാരം. അടുത്തത് ബിനോയ് കൃഷ്ണനാണ് മറ്റൊരു വരികൾ എഴുതിയത്. അദ്ദേഹം ZTVയുടെ നമ്മുടെ കേരള കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ മീഡിയക്കാർക്കൊക്കെ അറിയാം. അദ്ദേഹം ഗു എന്ന് പറഞ്ഞ സിനിമയിലും അല്ലാതെ 1-2 മറ്റ് സിനിമകളിലും, എനിക്ക് പേര് ഓർക്കുന്നില്ല, അതിലൊക്കെ അദ്ദേഹം പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. ഒരുപാട് കവിതകൾ എഴുതുന്ന ഒരു കവിയും കൂടിയാണ് അദ്ദേഹം. അദ്ദേഹം നമ്മുടെ സിനിമയിൽ ഞെട്ടിക്കുന്ന ഒരു 2 ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് മ്യൂസിക് ലോഞ്ചോടുകൂടി നിങ്ങളെല്ലാവരും അറിയും. ആ പാട്ടിനൊക്കെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ബിനോയ് ചേട്ടന് 2 വാക്ക്. നമസ്കാരം. നേരത്തെ BT പറഞ്ഞതുപോലെ തന്നെ ഭൂലോക കവിയോ പാട്ടെഴുത്തുകാരനോ ആയതുകൊണ്ടല്ല പാമ്പള്ളി എന്നെ ഈ സിനിമയിൽ കൂട്ടിയത്. ഈ പറഞ്ഞ പോലെ കുറച്ച് നാളുകളായിട്ടുള്ള സൗഹൃദത്തിൻ്റെ മാത്രം ഭാഗമായിട്ടാണ്, ഈ സതീഷ് രാമേന്ദ്രനുമായിട്ടുള്ള അടുപ്പമാണ് ഈ പറഞ്ഞ പോലെ എന്നെ ഒരു പാട്ടെഴുത്തുകാരനൊക്കെ ആക്കിയത്. ഇവർ തമ്മിലുള്ളൊരു ബന്ധത്തിൻ്റെ ഭാഗമായി ഞാനും പാമ്പള്ളിയുടെ ഒരു സൗഹൃദ വലയത്തിൽ ചെന്നപ്പെട്ടു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ സിനിമയുടെ ഭാഗമായ അവസരം കിട്ടിയത്. പക്ഷേ അത്ര ചെറിയ കാര്യമൊന്നുമല്ല ഞാൻ വന്ന് നിൽക്കുന്ന ഇടം എന്നെനിക്ക് കൃത്യമായ ബോധ്യമുണ്ട്. ഈ പറഞ്ഞ പോലെ ലോകം അറിയുന്ന അഭിനേത്രി, അതുപോലെ വളരെ ചെറുപ്പകാലം തൊട്ട് കണ്ണു കീറിയ കാലം തൊട്ട് കാണുന്ന അശോകൻ സാർ, യവനികയൊക്കെ അടുത്ത കാലത്താണ് വീണ്ടും കാണാൻ തുടങ്ങിയത്. അതുപോലെ അനന്തരം എത്രയോ സിനിമകൾ, അങ്ങനെ ഏറ്റവും മികച്ച, ഇപ്പോൾ ഇൻഡസ്ട്രിയിലുള്ള ഏറ്റവും മികച്ച തിരക്കഥാകൃത്ത് കൂടിയായ റോണി സാറ്, അങ്ങനെ ഒരുപാട് ആൾക്കാർ, ഇത്രയും വലിയൊരു ടീമിൻ്റെ കൂടെ ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നതിൻ്റെ വലിയ സന്തോഷമാണെന്ന് വിചാരിക്കുന്നു. ഈ സിനിമയ്ക്ക് എല്ലാ ആശംസകളും ഭാവുകളും നേരുന്നു. വലിയൊരു വിജയമായി മാറട്ടെ എന്നാഗ്രഹിക്കുകയാണ്. നേരത്തെ പാമ്പള്ളി പറഞ്ഞതുപോലെ പാട്ടുകളിലും പാമ്പള്ളി സിഞ്ചാർ അടുത്ത കാലത്ത് ആമസോണിൽ 2018 പടമാണെങ്കിൽ പോലും ആമസോണിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കണ്ടു വണ്ടർ ചെയ്യായിരുന്നു, ഒരു മനുഷ്യൻ എങ്ങനെയാണ് ആ പടത്തെ എടുത്തു വെച്ചിരിക്കുന്നത്, എന്തുകൊണ്ട് അതിന് നാഷണൽ അവാർഡ് കിട്ടിയെന്നൊക്കെ വളരെ ശ്രദ്ധാപൂർവം നോക്കി മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ. അപ്പം സ്വാഭാവികമായും ഈ സിനിമ കുറച്ചും കൂടെ കൊമേഴ്സ്യലായി വരുമ്പോൾ ഏതൊക്കെ തരത്തിലായിരിക്കും പാമ്പള്ളി അതിനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നതെന്ന് കാണാനുള്ള സ്വാഭാവികമായ കൗതുകം എനിക്കുണ്ട്. അപ്പോൾ എന്തായാലും അത് നന്നായി വരും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. എല്ലാവർക്കൊപ്പം ഈ വേദി പങ്കിടാൻ പറ്റിയതിലും ഈ സിനിമയുടെ ഭാഗമാകാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം. നന്ദി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.